ഇതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഞാൻ ചോറ് ഒഴിച്ചിരാൻ കൂടെ ഒന്ന് വേവട്ടെ എന്ന് ഓർത്തു. അല്ലെങ്കിൽ ചിലപ്പോൾ വറവറാന്നിരിക്കും. എന്ത് സാധനവും വേവിച്ച് കഴിക്കുന്ന ഏറ്റവും നല്ലത്, ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലത്. അതിൽ പച്ചക്കറി മാത്രം അധികം വേവിക്കരുതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഗുണം സ്ഥിരം പരിപാടിയാണ്. കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ച് അപ്പം നമ്മുടെ ഉള്ളി, മുളക്, ഇഞ്ചി ഇത്യാദികളെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം, എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതും കാശ്മീരി ചില്ലിയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്, കളറിലെ വ്യത്യാസം. ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. കൂടെ നമ്മുടെ ടെർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ചിലർ ഈ പൊടികളെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കും, എന്നിട്ട് ഒരുമിച്ച് അങ്ങിട്ട് കൊടുക്കുന്നവരും ഉണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ചെയ്തില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെയൊക്കെ ഓരോ പൊടികൾ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വീഴുമ്പം അതിൻ്റെ കളർ ചേഞ്ചും, നമുക്കൊരു പൊടി ഏതെങ്കിലും ഒരു പൗഡർ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ കളറ് മനസ്സിലാക്കാനൊക്കെ ഇങ്ങനെയൊക്കെ നല്ലതാണ്. ഇങ്ങനെയൊക്കെ കളറ് മനസ്സിലാക്കി തരുന്ന വേറെ ഏത് ചാനലാണ് ഉള്ള ബിന്ദു സ്ട്രീംസ് അല്ലാതെ? അതുകൂടി ഒന്ന് പറ. ചുമ്മാ പറഞ്ഞോട്ടോ, ആരും വലിയ സീരിയസ് ആയിട്ടൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കാണരുത്. എന്തെങ്കിലും മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ ഒക്കെ കണ്ടാലും മതി. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത്, ഞാൻ പഴയ കാര്യങ്ങളെ ചിക്കിച്ചികഞ്ഞ് ഓർമ്മിച്ചെടുക്കുന്നതല്ല. എൻ്റെ ആ സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരുപാട് പേര് ഇന്ന് എനിക്ക് ചുറ്റുമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് വരുന്ന കമൻറ്റിലൂടെയൊക്കെ അവർക്കൊരു മോട്ടിവേഷൻ ആകട്ടെ, അവർക്കൊരു പ്രചോദനമാകട്ടെ. അവർ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒരിക്കൽ മാറും. എനിക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, കാരണം ആരുമില്ലായിരുന്നു എനിക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മാറുമെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ കാര്യങ്ങളെയൊക്കെ വീഡിയോയിലേക്ക് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് യാതൊന്നും ബാധിക്കുന്നില്ലെന്ന് എൻ്റെ സംസാരത്തിൽ നിന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത്. കാരണം സിറ്റുവേഷനിൽ കൂടി അതിനേക്കാൾ വേദനയുള്ള സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ട്. അതിനേക്കാൾ കുറച്ച് വേദന, അതിലും കുറച്ച് വേദനയോടെ പോകുന്നവരും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ടാകുമെങ്കിൽ, അല്ല എൻ്റെ വാക്കുകൾ കൊണ്ടാകുമെങ്കിൽ, അല്ല എൻ്റെ ലൈഫ് കൊണ്ടാകുമെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഓക്കെ ആയിപ്പോട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. എൻ്റെ വിചാരത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സുഹൃത്തുക്കളെ? അപ്പോൾ നമ്മൾ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് വരണ്ട പൊടിയൊക്കെ നല്ല വഴന്നു വന്നിട്ടുണ്ടെന്ന് പറയാമല്ലേ. അപ്പോൾ അതാ സെറ്റ്. അപ്പം നമുക്കിതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ പുളിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മീൻ കഷ്ണം ഇട്ടിട്ടാണ് ഞാൻ ഉപ്പിടാറുള്ളത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഇടത്തില്ല. അപ്പോൾ ഇതങ്ങ് മൂടി വയ്ക്കട്ടെ.
ഇനി ആ മീൻ പരന്നിരിക്കുന്നതിന് നമുക്ക് കഷണങ്ങളാക്കി മാറ്റാനുണ്ട്. അപ്പം നമുക്കതിനെ കഷണങ്ങളാക്കി മാറ്റണം. ഞാൻ മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ ഇവിടെ കഷ്ണങ്ങളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ എല്ലാം കൂടി അതിനകത്തേക്ക് പറക്കിയിടാം. എന്നാ കഞ്ഞിക്ക് തീ ഉണ്ട്. കഞ്ഞിക്കരിച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം. കാരണം കൊഴന്നല്ലേ. അയ്യോ പച്ചരിന്നോ പിച്ചയോ? ഇതെന്തുവായി പറയണേ? തണുപ്പല്ലേ? ആ മുഖം ഒന്ന് കാണിച്ചു തന്നെ. എങ്ങനെ ഇരിക്കണ മുഖം ഒന്ന് കാണിച്ച. ആ മുഖം ഇതാരിതാ? ആരുകൂട്ടാ? ഇവന് ആൻസുകൂട്ടാന്ന് വീഡിയോയിൽ വിളിച്ചേ. ആൻസെന്നാ പേര്. ആൻസുകൂട്ടാന്ന് വീഡിയോയിൽ വിളിച്ചിപ്പം ഇവന്റെ സ്കൂളിൽ ഫുട്ബോൾ കളിക്കണ പിള്ളേരെല്ലാം കൂടെ ഫുട്ബോൾ കളിക്കണം. ആൻസുകൂട്ടാ ബോൾ പിടിക്കടാ, ആൻസുകൂട്ടാ തൊട്ടടാ, ആൻസുകൂട്ടാ ഗോൾ അടിക്കടാ. ഇങ്ങോട്ട് നോക്കടാ, മുഖം നോക്കടാ. അവന് നാണം വരുന്ന. നിനക്ക് നാണം വന്നിണ്ടോടാ? ഇല്ല. നാണം വന്നിണ്ടോടാ? കൊടി ഇട്ടിട്ട് അയ്യോ. പിന്നെ തറ അതിനെ ചൂലിനടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടില്ലേ? പിന്നെ തറ ചൂലിനടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ എനിക്കൊരു ബ്രഷ് എടുത്ത് തന്നു. അപ്പം ഇപ്പതേ കഞ്ഞി അടിക്കില്ലേ? മാറ അതൊക്കെ ഇപ്പോഴല്ല. അപ്പം അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ തൂത്ത് നമുക്ക് ചാടിക്കും. ഇതേ ഒരാളപ്പോൾ എന്നെ തന്നെ നോക്കി കിടക്കുമായിരുന്നു ഇവിടെ എന്നൊക്കെ പണിയാന്നറിയാൻ മേലാത്തോണ്ടത്. അവരുടെ തോട്ടം നോക്കിയാ ചേട്ടാ, തെങ്ങ് നോക്കിക്കേ. ഇത് എന്നൊക്കെ എടുക്കുന്നതെന്നറിയാം. നോക്കി ചേട്ടാ, നോക്ക. എത്ര നിഷ്കളങ്കനായ പട്ടി നോക്കോ. പട്ടീന്ന് വിളിച്ച കുട്ടി പോയി അതിനെ മുള്ളിക്കടാ. ചെല്ലടാ. ഇപ്പൊ ഇവൻ പഠിച്ച അവൻ നിൽക്കൂല. എന്നാലും ഇവൻ്റെ കയ്യിൽ നിന്ന് വിട്ടും പോയി അവൻ. ഇല്ലടാ മാർക്കോ, തൊടലുള്ളത് കൊണ്ട് കിട്ടി. തൊടലുള്ളത് കൊണ്ടേ. പിന്നെതാ അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ഇതുങ്ങളെ ഇതിനകത്തേക്ക് മാറ്റിയിട്ടോ. ആ പെടകളെല്ലാം കൂടി ഒരു കൽകം കുഞ്ഞിനെ കണ്ണും കുത്തി പൊട്ടിച്ച് കൊന്നും തിന്ന്. അതുകൊണ്ട് ഇതാ എല്ലാം അവിടെ നോക്കിയിരുന്നിക്കുവാ. ചേട്ടൻ വരുന്ന നോക്കി. നമുക്ക് മീൻ്റെ വെള്ളം തിളച്ചോന്ന് നോക്കാം. ഗ്രേവി തിളച്ചിട്ടുണ്ട്. തിളച്ചു. ഇനി ഇട്ട് കൊടുക്കാം. ഓലക്കൊടി എന്ന് പറയുന്നൊരു മീനാണ് കേട്ടോ. ഞാൻ പണ്ട് ഓലക്കൊടി എന്ന് പറഞ്ഞപ്പോൾ അത് എന്ത് മീനാണെന്ന് ചോദിച്ചു. ഒത്തിരി കമൻ്റ് അത് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓലക്കൊടി മീനിൻ്റെ പടം. അപ്പം അതൊക്കെ ഒന്ന് പോയി നോക്കിയാൽ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മാറ്റ. ഇനി മീനിട്ട പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു കഴുകി പാത്രം മൊത്തം. അപ്പോൾ ഇതാ ഈ അപ്പച്ചമ്പിനകത്തിരിക്കുന്നത്, ഇഡ്ഡലി പാത്രത്തിനകത്തിരിക്കുന്നത് പുട്ടാണ് കേട്ടോ. ഇതുപോലെയും പുട്ട് പുഴുങ്ങാം.
തേങ്ങയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ അതാ ഈ സ്റ്റൗവിലേക്ക് ഈ പുട്ടുപൊടി എല്ലാം കൂടെ വീണ് കിടക്കുന്നത്. ഇവിടെയും തീയാണ് ഇവിടെയും തീയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് തുടച്ച് റിസ്ക് എടുക്കുന്നില്ല. കാണുന്നവർ സദയം ക്ഷമിക്കുക. നമ്മുടെ മീൻകറി ഇടം വരെ ആയെന്നൊന്ന് നോക്കാം. നോക്കി കണ്ടക്കെടുത്തില്ലെങ്കിൽ ആവി കയറി കൈ പോകും. നമ്മുടെ മീൻകറി വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് പറ്റിയൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മീൻകറി വാങ്ങാം. മൂടി തന്നെ വെച്ചേക്കാം. മൂടി ഇരുന്ന് വേവട്ടെ. അപ്പോൾ അതും അവിടെ ഇരുന്ന് പണ്ട് എൻ്റെ നാട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലൊരു പോസ്റ്റ് മാസ്റ്റർ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഹസ്ബൻഡ് സ്കൂൾ അധ്യാപകനായിരുന്നു. അപ്പം ആ ചേച്ചി ഇതുപോലെ പുട്ടുണ്ടാക്കും. ജോലിക്കൊക്കെ പോകാനുണ്ട് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി പുട്ടുണ്ടാക്കുന്നതാണ്. ചേച്ചിക്ക് ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളത്. അപ്പം നടന്നൊക്കെയാണ് വരുന്നത്. വെച്ചാൽ വരാനുള്ള ഇച്ചിരി കാലിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇച്ചിരി ഏജൊക്കെ ആയതായിരുന്നു. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സാറിന് അത് ഇഷ്ടമല്ലാന്ന്. എന്നാലും ചേച്ചി ഉണ്ടാക്കും. അപ്പോൾ ചേച്ചി വിചാരിക്കും പുട്ട് എന്താണേലും ഉടച്ചാണല്ലോ കഴിക്കുന്നത്, പഴത്തിൻ്റെ കൂടെ ആണേലും കടലയുടെ കൂടെ ആണേലും. അപ്പം പിന്നെ ഈ ഉടഞ്ഞങ്ങ് കൊടുക്കുവാണെങ്കിൽ ഉടയ്ക്കുണ്ടല്ലോ, ഇച്ചിരി എളുപ്പമായല്ലോ എന്ന്. അപ്പം ഞാനും അതുപോലെയൊക്കെ തന്നെ അമ്മച്ചി വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഞാനും അതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതാ നമ്മുടെ കറി വെന്തുകൊണ്ടിരിക്കുന്നു, പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നീ സ്കൂളിലൊന്നും പോണില്ലേ? അപ്പൊ ഡ്രസ് മാറും. 7:45. ഓ, കാലിന്റെ നഖം പൊളിച്ചു കളഞ്ഞാണ്. പിന്നെ അപ്പം ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് പുട്ടുണ്ടാക്കണമെങ്കിൽ ഇതാ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ആ ഓട്ടയുള്ള പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ നിരത്തി വെച്ചു. എന്നിട്ടാണ് തേങ്ങ ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് പുട്ടുപൊടി നന്നായിട്ട് നനച്ചിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വെച്ചപ്പോൾ തേങ്ങ ഉള്ളത് കൊണ്ട് ആവി എയർ കയറി വരാനായിട്ട് പുട്ടുപൊടി കൊണ്ട് ആ ഹോൾ അടഞ്ഞു പോകത്തില്ല. അപ്പം അതുകൊണ്ടാണ് തേങ്ങ വയ്ക്കുന്നത്. അത് പുട്ടും കുറ്റിയിലാണെങ്കിലും നമ്മൾ തേങ്ങ വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, ഹോൾ അടയാതെ എയർ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് പിന്നെ നമ്മുടെ ചോറിൻ്റെ കാര്യം എവിടം വരെ ആയെന്ന് അറിയാനായിട്ട്. അപ്പോൾ ആ ചോറിൻ്റെ കാര്യം എന്താ ഇവിടം വരെ ആയിട്ടുണ്ട്. ചോറ് ഏകദേശം വെന്ത് കാണുമായിരിക്കണം. നോക്കാം നമുക്ക്. ചോറ് വെന്തല്ലോ. ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ വെന്തുടങ്ങ. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ആൻസുവിന് ചോറ് കൊണ്ടുപോകാറില്ല. ചേട്ടനാണെങ്കിൽ അവിടെ വെട്ടണ ചേട്ടനോട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുവാണ്. അതൊക്കെ കണ്ടിവിടെ ബാസ്കിമോൻ ഇരിക്കുന്നുണ്ട്. അവിടെ കോഴിപ്പടകളാണെങ്കിൽ ചേട്ടൻ ആഹാരം കൊണ്ടുവരും, ഉപ്പ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ട് എല്ലാവരും വാതുക്കൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ നോക്കി ബാസ്കിമോൻ ഇങ്ങനെ ഇരിക്കുക. കോഴിക്കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ അഴിച്ചു വിടുന്നില്ല. കാരണം നല്ല തണുപ്പാണ്. അവർ കുളിർന്ന് വിറച്ച് കുളിര് കോരി നിൽക്കുന്ന അവസ്ഥയാണ്. കൽക മാത്രമേ ഉള്ളൂ ഇത്തിരി ആക്റ്റീവായിട്ട് നിൽക്കുന്നുള്ളൂ. എന്നെ കണ്ടപ്പോഴത്തേക്കും എന്താ ചെറുക്കൻ ഇവിടെ ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട്. പിന്നെ കോഴിക്കുള്ള തീറ്റയാണ് ഈ ബക്കറ്റ് നിറച്ച് ചേട്ടൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 2 പറക്കം മുറ്റാത്ത പക്ഷികളാണിത്. അപ്പം ഇവരെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ പ്രാവ് കുഞ്ഞ് പറന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ. പൂച്ച പിടിക്കും. അതുപോലെ കാക്കക്കുഞ്ഞ്, പറക്കാത്തൊരു കാക്കക്കുഞ്ഞ് വീണതാണ്. പൂച്ച പിടിക്കാതെ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതാണ് കേട്ടോ. എന്തേലും കാര്യമുണ്ടോ ഇവരെയൊക്കെ ഓക്കെ ആക്കി നമ്മൾ പറത്തി വിടാനുള്ളതാണ്. അതായത് എന്നും നമുക്കിപ്പം ഇവർക്ക് ഇവരുടേതായ ഫ്രീഡം ഒന്നും നമ്മൾ നിഷേധിക്കാനൊന്നും പോകുന്നില്ല അല്ലേ കുഞ്ഞുങ്ങളെ. ഇവിടെ തുറന്നു വിട്ടാൽ പ്രാണിയെ മോളിക്കട കയറി വരും. പിന്നെ ഇവിടെ ഈ പരിസരം മുഴുവൻ പൂച്ചയാണ്. എത്ര കാക്കയെ പൂച്ച പിടിച്ച് കൊന്നേക്കുന്നതെന്നറിയാവോ? അതുകൊണ്ട് ഇവരൊക്കെ ഓക്കെ ആയിട്ട് വരുന്നു. കാക്കക്കുഞ്ഞെ, പണ്ടൊരു കാക്കക്കുഞ്ഞിനെ കിട്ടിയത് നിങ്ങൾ ഓർക്കുന്നില്ലേ? തയ്യൽ മെഷീനിൽ നിർത്തി വളർത്തിയത്. അന്നേരം ആ വീട്ടിൽ നമുക്ക് പൂച്ച ഇല്ലായിരുന്നു. ഇവിടെ അങ്ങനെയല്ലോ, പ്രാണി മുകളിൽ കൂടിയൊക്കെ കയറി വരും. പ്രാണി കയറി വരുന്ന ഹോളൊക്കെ കാണിച്ചു തരാം. പ്രാണി ഇപ്പോൾ കിടന്നുറങ്ങുന്നത് ഇതാ ഇവിടെയാണ് കേട്ടോ. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ മുകളിലാണ്. അപ്പം അവിടെ അതുപോലത്തെ എയർ ഹോളുണ്ട്. അതിലാണ് അവൾ കയറി വരുന്നത്.
അപ്പോൾ ഇവിടെയാണെങ്കിൽ അവൾ ആ എയർ ഹോളിൽ കൂടെ ഇങ്ങനെ കയറി വന്ന് ഈ ഇതിലേക്കൂടെ വന്നിട്ട് ഇവിടുന്ന് താഴേക്ക് ചാടി വരും. അത് മാത്രമല്ല ഇവളുടെ ഒരു സഞ്ചാര വീതി ഇതാ അതിലെ കയറി വരും. ആ ഹോളിൽ കൂടെ വന്ന് ഇവിടെ നിന്ന് വന്ന് നേരെ താഴേക്ക് അവിടെ ചാടും, എന്നിട്ട് ഇങ്ങ് പോരും. അപ്പോൾ അതാ നമ്മുടെ അൾത്താര, വീട്ടിലെ അൾത്താര. എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒരാളുണ്ട്. ഇവിടെ പുതിയതായിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന കാവൽ നിൽക്കാൻ വന്ന കാവൽ മാലാഖ. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ മീൻകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ ചായ തണുത്ത ഒരു പരുവായി. ഇതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഞാൻ ചോറ് ഒഴിച്ചിരാൻ കൂടെ ഒന്ന് വേവട്ടെ എന്ന് ഓർത്തു. അല്ലെങ്കിൽ ചിലപ്പോൾ ചോറ് വറാന്നിരിക്കും. എന്ത് സാധനവും വേവിച്ച് കഴിക്കുന്ന ഏറ്റവും നല്ലത്, ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലത്. അതിൽ പച്ചക്കറി മാത്രം അധികം വേവിക്കരുതെന്നാണ് പറയുന്നത്, അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോയിൽ കൂടിയാണ് കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയുന്നത് കേൾക്കാൻ ആളുണ്ടെങ്കിൽ പറയാനും ഒരു രസമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം അതൊരുപാട് പേർക്ക് ഇഷ്ടമാണ്. അത് പഴയ കാര്യങ്ങളാണെങ്കിലും പറയുമ്പം അവർക്കതൊരു സന്തോഷം തരുവാണ്. പഴയ കാര്യങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും പഴയ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കൂടുതൽ കമൻറ്റ് വരാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ അതും പറയുന്നത്. കാരണം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ കുറച്ച് കഞ്ഞിയും കറിയും വെക്കുന്ന വീഡിയോ ഇട്ടതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. ആളുകൾക്ക് വെറുതെ കണ്ടിരിക്കാൻ ഒരു രസമുണ്ടെന്നല്ലാതെ എന്തെങ്കിലും ഒരു ഗുണം കൂടി വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാം. എത്രയോ ആളുകൾ വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതൽ കമൻറ്റ് വായിക്കുന്നവരാണെന്നറിയാവോ. അപ്പോൾ കമൻറ്റ് വായിക്കുന്നതിലൂടെ ഓരോ അനുഭവങ്ങൾ പങ്കിടുന്നതിലൂടെയൊക്കെ മറ്റുള്ളവർ നിങ്ങളെയും അറിയുകയാണ്. നിങ്ങളുടെ മുഖം കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പ്രൊഫൈൽ പിക്ചറൊക്കെ ആയിട്ട് നിങ്ങൾ യൂട്യൂബിൽ കവർ ഫോട്ടോസ് ഇടുവാണെങ്കിൽ അതും കാണുന്നുണ്ട്. അപ്പം നിങ്ങളും അവിടെ പബ്ലിസിറ്റി നേടുകയാണ്. നിങ്ങളൊരു കമൻറ്റ് ഇടുന്നവരും സത്യത്തിൽ ഒരു സെലിബ്രിറ്റികളാണ്. കമൻറ്റ് ഇട്ടുകൊണ്ട് വൈറലാവുന്ന ഒരുപാട് പേരുണ്ടല്ലോ. നെഗറ്റീവ് ഇട്ടുകൊണ്ടും പോസിറ്റീവ് ഇട്ടുകൊണ്ടും വൈറലാകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം പിന്നെ എന്ത് ചെയ്താലും അത് ആളുകളിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് അതിലൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മീൻകറി അവിടം വരെ നോക്കാം. എനിക്ക് മീൻകറിയുടെ കാര്യം മീൻകറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോറൊന്ന് വാർത്തണമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്ഥിരം പാത്രം കുടിക്കാനുള്ള കഞ്ഞിവെള്ളം. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് താൻ. സ്ഥിരം പരിപാടിയാണ്. കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ച്
കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ച് ചോറിനെ അങ്ങ് വാർത്തിട്ടു. അതവിടെ സെറ്റായി. കുടിക്കാനുള്ള കഞ്ഞിവെള്ളം അവിടെ സെറ്റായി. ഈ തവിയുടെ ആവശ്യം നമുക്കില്ല. ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടാണ് കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. ഇപ്പം നമ്മുടെ ആൻസ് എക്സാം എഴുതാനായിട്ട് പോവാണ് കേട്ടോ. ആൻസോട്ടിനപ്പോൾ എക്സാമൊക്കെ എഴുതിയിട്ട് വരട്ടെ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ പോയിട്ട് വരാം. ഞാൻ കുളി കഴിഞ്ഞ് റെഡിയായി ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതായത് നമുക്ക് ഷെയറൊക്കെ ചെയ്യുമെന്ന് അറിയാം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരും വരേക്കും ദിസ് സൈനിങ് ഓഫ് ഡിൻഡു ഡ്രീംസ്. ബൈ.